പടച്ചറപ്പേ എനിക്ക് പേടിയാ അല്ലാ, എനിക്ക് പേടിയാ അല്ലാ, നിന്റെ അദാബുകൾ എനിക്ക് പേടിയാ പടച്ചവര്. മോനെ നരകത്തെ കുറിച്ച് ഓർത്തു നോക്കാത്തതിന്റെ ചെറുപ്പക്കാരാ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ നരകത്തെ കുറിച്ച് ഞാനും നിങ്ങളും ഓർക്കാത്തതെന്താ? എത്രയോ പ്രഭാഷണങ്ങൾ കേട്ടവരല്ലോ, വീട്ടിൽ കത്തിച്ച് വെച്ചിരിക്കുന്ന തീയുണ്ടല്ലോ, അതുപോലും എന്നെയും നിങ്ങളെയും കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ലെങ്കിലോ അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തെ ഓർക്കാത്തതെന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മോനെ മലക്കുകൾ പോലും കരഞ്ഞത് നരകമോർത്തിട്ടാ. അവര് കരഞ്ഞിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം നോക്കുമ്പോ കഅബാലയത്തിന്റെ ഭാഗത്ത് നിന്നാരോ കരയുകയാ. ഒരു കരച്ചലിന്റെ ശബ്ദം കേൾക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ചെന്ന് നോക്കുമ്പോ കഅബാലയത്തിന്റെ മുന്നിൽ നിന്ന് കരയുന്നത് ആരെന്നറിയുമോ? മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമാണ് കരയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി. അവിടുന്ന് ചോദിക്കുന്നു, ജിബ്രീലേ, എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത്? അല്ലാ അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, നരകത്തെ ഭയന്നിട്ടാ, അല്ലാഹുവിന്റെ അദാബ് ഭയന്നിട്ടാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, നീയല്ലേ വഹീമായിട്ട് കടന്നു വരുന്നത്? നിനക്കെന്തേ പേടിയെന്ത്? നിനക്കെന്തേ പേടിയെന്ത്? എന്തിനാടാ ജിബ്രീൽ കരഞ്ഞതെന്നറിയുമോ? മലക്കുകളുടെ നേതാവല്ലേ, പ്രവാചകന്മാർക്ക് മുഴുവനും വഹീമായിട്ട് കടന്നു വരുന്ന മലക്കല്ലേ, എന്തിനാ കരഞ്ഞതെന്ന് ചോദിക്കുമ്പോ, നീ എന്തിനാണ് കരയുന്നത്? നീ എന്തിനാണ് പേടിക്കുന്നത്? നീ ജിബ്രീലല്ലേ എന്ന് മുത്തുനബി ചോദിക്കുമ്പോ, യാ റസൂലല്ലാഹ്, ഇബ്ലീസ് ആരായിരുന്നു നബിയേ? മലക്കുകളുടെ ഉസ്താദായിരുന്നല്ലോ ഇബ്ലീസ്, ഞങ്ങളുടെയൊക്കെ ഉസ്താദായിരുന്നല്ലോ അസാസീൽ. അവൻ ശപിക്കപ്പെട്ടവനായി പോയില്ലോ, അവന്റെ അവസ്ഥ ഇത്രയും മതപ്പതിച്ചു പോയില്ലോ. പിന്നെയാണോ ഞാന്? അല്ലാഹുവേ, ജിബ്രീൽ പോലും കരഞ്ഞെന്ന് ചരിത്രം പറയുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ മിഅ്റാജിന്റെ യാത്രയില് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് ചോദിക്കുന്നു, ജിബ്രീലേ, അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, അവിടെന്ന് ചോദിക്കുകയാണ്, മാ ലഹിക മീകായിൽ, ജിബ്രീലേ, മീകായിൽ എന്ന് പറയുന്ന മലക്ക് ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ജിബ്രീലേ, മീകായിൽ എന്ന് പറയുന്ന മലക്ക് ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. യാ റസൂലല്ലാഹ്, മുൻദു ഖുലിക ഫിന്നാർ, ആ മലക്ക് ചിരിച്ചിട്ടില്ല നബിയേ. ചെറുപ്പക്കാരാ, മീകായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, നരകത്തെ സൃഷ്ടിച്ചതിന് ശേഷം അവിടെ നിന്ന് ചിരിച്ചിട്ടില്ല. അതാ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് മിഅ്റാജിന്റെ രാത്രിയിൽ നോക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ഓടുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ഓടുകയാ. ആരുടെയും മുഖത്ത് നോക്കുന്നില്ല, ആരുടെയും മുഖത്ത് നോക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകം ചെന്നപ്പോ എല്ലാവരും സന്തോഷത്തിലാ. പക്ഷേ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന മലക്കുണ്ടല്ലോ, അവിടുന്ന് തല പോലും ഉയർത്തുന്നില്ല. യാ റസൂലല്ലാഹ്, അത് നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കാണ് നബിയേ. മലക്കുകൾ പോലും കരഞ്ഞടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ മലക്കുകൾ കരഞ്ഞില്ലേ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലോ നരകത്തെ കുറിച്ച് പറഞ്ഞ കരയുമായിരുന്നല്ലോ. മുത്തുനബി പോലും അവിടുന്ന് കരഞ്ഞു പോയല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഉസ്താദന്മാര് നരകത്തെ കുറിച്ച് പറയുമ്പോ, നരകത്തിന്റെ തീയെ കുറിച്ച് പറയുമ്പോ, നരകത്തിന്റെ തട്ടുകളെ കുറിച്ച് പറയുമ്പോ, ഇതൊക്കെ ഉണ്ടോ ഉസ്താദ്, ഇതൊക്കെ വെറുതെയാണെന്ന് പറയുന്ന ചെറുപ്പക്കാരാ, കാണുമടാ പൊന്നുമോനെ, ഇതെല്ലാം നിന്റെ കണ്ണുകൊണ്ട് കാണുകയാ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഞാനും നിങ്ങളും നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. ഇതാ റഅത്തഹും മിൻ മകാനിൻ ബഈദ് സമിഉ ലഹാ തഗയ്യുമൻ വസഫീറാ. നരകത്തെ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ടടാ. എങ്ങനാ വരുന്നതെന്നറിയുമോ? പിടിച്ചുകൊണ്ടാണ്, തല താഴ്ത്തി പിടിച്ചുകൊണ്ട് മാലിക്കെന്ന് പറയുന്ന മലക്കും തന്റെ അനുയായികളും പടച്ച റബ്ബിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. എങ്ങനെയാ കൊണ്ടുവരുന്നതെന്നറിയുമോ? 70,000 ചങ്ങലകളിൽ ബന്ധിച്ച 70,000 ചങ്ങലകളിൽ നരകത്തിന്റെ ഒരു ഭാഗത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് മുഖം താഴ്ത്തി പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ടടാ ചെറുപ്പക്കാരാ. മോനെ, ഒരു ചങ്ങലയിൽ പിടിക്കുന്ന മലക്കുകൾ 70,000. ഒരു ചങ്ങലയിൽ പിടിക്കുന്നത് 70,000 മലക്കുകൾ. 70,000 മലക്കുകൾ. ആ ചങ്ങലയിലെ ഒരു കൊളുത്തുണ്ടല്ലോ, ത്തിനെക്കാളും വലുതാ. അങ്ങനെ നരകത്തെ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട് ചെറുപ്പക്കാരാ. ആ നരകത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടണോ പൊന്നുമോനെ? റസൂലുള്ള പറയുകയാ, കരയടാ മോനെ, കരയടാ മോനെ. ലാ യലിജുന്നാർ ബകാമിന ഖസിയത്തില്ലാ. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരയുന്നവനുണ്ടല്ലോ, അവന് നരകത്തിന്റെ തീ തൊടില്ല, അവന് നരകത്തിന്റെ തീ തൊടില്ല. എന്നിട്ട് മുത്തുനബി അവിടെ ഒരു ഉദാഹരണം പറയുകയാ, ഹത്താ യറുദ്ദുൽ ലബനാ. മുത്തുനബി ഒരു ഉദാഹരണം പറഞ്ഞത് എന്തെന്നറിയുമോ? പടച്ചവനെ, പാല് കറക്കുമല്ലോ ഒട്ടകത്തിന്റെ അകടിൽ നിന്ന്, പശുവിന്റെ അകടിൽ നിന്ന്, ആടിന്റെ അകടിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് പാലിങ്ങനെ കറന്നൊഴിച്ചല്ലോ. ആ പാത്രത്തിൽ വീണ പാലൊരിക്കലും തിരിച്ചു പോകില്ല. പാത്രത്തിലേക്ക് പശുവിന്റെ അകടിൽ നിന്ന് പാല് കറന്നൊഴിച്ചു, ആ പാത്രത്തിൽ വീണ പാല് തിരിച്ച് അകടിലേക്ക് പോകുമോ? എന്നെങ്കിലും ഒരു കാലത്ത്. അത് പോകാത്ത കാലത്തോളം ഇവിടെ ഇരുന്ന് കരഞ്ഞ നിന്നെ അള്ളാഹു നരകത്തിലിട്ട് കരിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഇരുന്ന് കര, അള്ളാനെ ഓർത്തിട്ട് കര. പടച്ച റബ്ബിന്റെ അദാബുകളെ ഓർത്തിട്ട് നീ ഒരു തുള്ളി വീണാ മതി. ഒരു തുള്ളി മഴത്തുള്ളി വീഴുന്ന പോലെ ഒരു തുള്ളി കണ്ണുനീര് നിന്റെ കണ്ണിൽ നിന്ന് താഴെ വീണാൽ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നരകത്തെ കുറിച്ച് ഓർത്ത് കരയാ നമ്മളെ കൊണ്ട് കഴിയടേ. നരകത്തെ കുറിച്ച് ഓർത്ത് കരയാ കഴിയടേ ചെറുപ്പക്കാരാ. നരകത്തിന്റെ അദാബുകളെ കുറിച്ച് നിനക്കറിയുമല്ലോ, ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു തരണ്ടല്ലോ. ആ നരകത്തിന്റെ തട്ടുകളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹുവേ, ആ നരകത്തിന്റെ ആഴം എത്രയെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിന്റെ മുന്നിലിരിക്കുമ്പോ ഒരു ശബ്ദം കേൾക്കുകയാണ്, ഭയാനകമായ ഒരു ശബ്ദം കേൾക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു, സഹാബ, ഈ ശബ്ദം കേട്ടത് എന്തെന്നറിയുമോ സഹാബ? സഹാബികൾ പറയുന്നു, അറിയില്ല നബിയേ, അല്ലാഹു വ റസൂലുഹു അലം. നബിയേ, എല്ലാം അറിയുന്ന
പറയുന്നത് അങ്ങക്കാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഒരു കല്ല് വന്ന് വീണ ശബ്ദമാണ്, ഒരു കല്ല് വന്ന് വീണ ശബ്ദമാണ്. ഏത് കല്ലെന്നറിയുമോ? നരകത്തിന്റെ മുകളിൽ നിന്നൊരു മലക്ക് താഴേക്കിട്ട കല്ല. നരകത്തിന്റെ മുകളിൽ നിന്ന് ഒരു മലക്കൊരു കല്ലെടുത്ത് താഴേക്കിടുകയാണ്. 70,000 വർഷം മുമ്പ് നരകത്തിന്റെ മുകളിൽ നിന്നൊരു മലക്കൊരു കല്ലെടുത്ത് താഴേക്കിട്ടതാണ്. പടച്ചവരെ, 70,000 കൊല്ലം മുമ്പ് നരകത്തിന്റെ മുകളിൽ നിന്നും മലക്കിട്ട കല്ലാണ് താഴെ വന്ന് വീണതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആഴമൊന്ന് ചിന്തിക്ക ചെറുപ്പക്കാരാ, ആഴമൊന്ന് ചിന്തിക്ക ചെറുപ്പക്കാരാ. കഴിയില്ല മോനെ, അതുകൊണ്ട് കണ്ണീരിന്റെ വിലയാ. കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം നരകമോചനമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഒരെണ്ണം കൂടെ പറഞ്ഞ് റബ്ബിന്റെ മുന്നിൽ ദുആ ചെയ്ത് പിരിയാ. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? റസൂലുള്ളാഹി പറയുകയാ, ഖതുറതാനി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട 2 തുള്ളികളുണ്ടടാ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 തുള്ളികളുണ്ട്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഏതാണ് നബിയേ, ഏതാണ് നബിയേ? ആ 2 തുള്ളികൾ ഏടാണെന്ന് ചോദിക്കുമ്പോ ആ 2 തുള്ളികൾ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 തുള്ളികൾ ഏതെന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറയുകയാ, ഖതുറത്തു ദുമൂഇ മിൻ ഖസിയത്തില്ലാഹ്. 2 തുള്ളികളിൽ ഒരു തുള്ളി ഏതെന്നറിയുമോ? അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞ കണ്ണുനീരാ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞ കണ്ണുനീരാ. രണ്ടാമത്തെ തുള്ളി ഏതെന്നറിയുമോ? വഖതുറത്തു ദമിന തുഹറാഖു ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒഴുക്കിയ രക്തത്തുള്ളിയുണ്ടല്ലോ. പഠിക്കടാ ചെറുപ്പക്കാരാ. എടാ, നിന്റെ കണ്ണിൽ നിന്ന് വീണ ഒരു തുള്ളി കണ്ണുനീര് അല്ലാഹു ഉപമിച്ചത് എന്തിനോടെന്നറിയുമോ? അല്ലാഹു ഉപമിച്ചത് ഏത് തുള്ളിയോടെന്നറിയുമോ? മോനെ, ബദറിലും ഉഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി പോരാടിയ ശുഹദാക്കളുണ്ടല്ലോ, ബദരീങ്ങളുണ്ടല്ലോ. സയ്യിദു ശുഹദാഇ ഹംസ ഉഹദിന്റെ രണാങ്കണത്തിൽ തന്റെ നെഞ്ചം കരളമല്ല അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്ത ഹംസ റളിയല്ലാഹു തആല അൻഹു. റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നിനക്കറിയുമല്ലോ, ഉമൈർ തങ്ങളുടെ ചരിത്രം നിനക്കറിയുമല്ലോ. എടാ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി രക്തസാക്ഷികളായ ശുഹദാക്കളുണ്ടല്ലോ, അവരുടെ ശരീരത്തിൽ നിന്ന് താഴെ വീണുന്ന രക്തത്തുള്ളിയുണ്ടല്ലോ. ആ തുള്ളിയോടാണ് അല്ലാഹു നിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീരിനെ ഉപമിച്ചത്. അത് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ, അത് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമുള്ള തുള്ളിയാ. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ശഹീദായ ശുഹദാക്കളുടെ ശുഹദാക്കളുടെ ശരീരത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വെട്ടുകൊണ്ട് വീണ രക്തത്തുള്ളിയുണ്ടല്ലോ, ആ തുള്ളിയോടാണ് അല്ലാഹു നിന്റെ കണ്ണുനീരിനെ ഉപമിച്ചത്. അത് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമുള്ളതാണ്, അത് വല്ലാത്ത ഇഷ്ടമുള്ളതാ. അതുകൊണ്ടാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് വല്ലാതെ കരഞ്ഞു പോയത്. ഉമർ തങ്ങൾ വല്ലാതെ കരയുമായിരുന്നു. പടച്ചവനെ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ഉമർ തങ്ങളുടെ ജനാസ കുളിപ്പിക്കുമ്പോൾ
പഠിച്ചവരെ ഉമർ തങ്ങളുടെ മുഖത്തൊരു പാട് കാണാ. അവര് പറയുകയാണ്, ഉമർ തങ്ങളുടെ മുഖത്തിൽ ഇങ്ങനെ ഒരു കറുത്ത പാട് കാണാ. ഏത് പാടെന്നറിയുമോ? അല്ലാഹുവിന്റെ അദാബുകളെ കുറിച്ച് ഓർത്ത് കരഞ്ഞിട്ട് അവിടുന്ന് കണ്ണുനീരൊലിച്ച പാടാ. ഉമർ തങ്ങളല്ലോ, രാജ്യം ഭരിക്കുന്ന ഉമർ തങ്ങളല്ലോ, പാതിരാത്രിയുടെ നിശബ്ദതയിൽ തന്റെ വീടിന്റെ റൂമിന്റെ അകത്ത് കയറിയിട്ട് ചാട്ടമാരെടുത്ത് തന്റെ ശരീരത്തെ തല്ലിയിട്ട് ഹസിബൂ ഖബില അൻ തുഹാസബൂ, വിചാരണയ്ക്ക് മുമ്പേ വിചാരണ ചെയ്തത്. കരയുമായിരുന്നു, കരഞ്ഞ പാടുകൾ. ആരാ? ഉമർ തങ്ങള്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ പോയ ഉമർ. കരയടാ ചെറുപ്പക്കാരാ, നീ നന്നാകും. കരമോനെ, അതിന് തെളിവായിട്ട് നിനക്ക് വേണോ? ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം വായിച്ചു നോക്ക്. ഉമർ തങ്ങൾ മുസ്ലിം. ഉമർ തങ്ങളുടെ അയൽവാസി പറഞ്ഞ എന്തെന്നറിയോ? ഒരാള് വന്നിട്ട് പറഞ്ഞു ഉമർ മുസ്ലിമായി, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി എന്ന് പറഞ്ഞപ്പോ അയൽവാസി പറയുന്നു, ഈ വീടിന്റെ മുന്നിൽ നിൽക്കുന്ന കഴുത മുസ്ലിമായി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം, എന്നാൽ ഉമർ മുസ്ലിമായി എന്ന് ഞാൻ വിശ്വസിക്കില്ല. കാരണം ഉമർ അതായിരുന്നു. ചരിത്രം പറയുകയാ, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജാഹിലിയ കാലഘട്ടത്തിന്റെ ചരിത്രം പറയുന്നു. ഭയങ്കര ധൈര്യശാലിയാ. ഒരിക്കൽ ഇങ്ങനെ നിൽക്കുമ്പോ ഉമർ തങ്ങളുടെ കൂട്ടുകാര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കം. എന്താ തർക്കം എന്നറിയോ? ഒരു ഗർഭിണിയായ പെണ്ണ് നടന്നു വന്നു. കൂട്ടുകാരിൽ ഒരാള് പറഞ്ഞു ആ പെണ്ണിന്റെ വയറ്റിൽ കിടക്കണത് ആൺകുഞ്ഞ. ഒരുത്തൻ പറഞ്ഞു അല്ല പെൺകുഞ്ഞ. ഇങ്ങനെ രണ്ടുപേരും കൂടെ തർക്കം കൂടിയപ്പോ ഉമർ തങ്ങൾ ചെയ്ത എന്തെന്നറിയോ? ആ പെണ്ണിന്റെ വയറ് കുത്തി കീറിയിട്ട് എടുത്ത് വെളി കാണിച്ചു കൊടുത്തു, ആണാണോ പെണ്ണാണോ. അതാ ഉമർ തങ്ങള്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖുർആനിലെ ഒറ്റ ആയത്ത് കേട്ടപ്പോ നന്നായി, ഹിദായത്ത് കിട്ടി. നമ്മൾ ഇങ്ങനെ കേട്ടോണ്ട് കിടക്കാ, ഒരു മാറ്റവും ഇല്ല. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ത്വാഹ മാ അൻസൽ ഒറ്റ ആയത്ത് കേട്ടപ്പോഴാ മുസ്ലിമായ. ഖുർആനിലെ ഒറ്റ ആയത്ത് കേട്ടപ്പോ ഉമർ തങ്ങൾ മുസ്ലിമായി. മുസ്ലിമായിട്ട് എങ്ങനായി എന്നറിയോ? ഉമറിനെ ശൈത്താന് ലോകത്ത് ഒരാളെ പേടിയുള്ളൂ. ഇബ്ലീസിന് പേടിയുള്ള ഒരാൾ ഉമർ വരുന്ന വഴിയിലൂടെ പോലും ആ ചങ്ങാതി വരത്തില്ലായിരുന്നു. ഒന്ന് ആലോചിക്കേ. ഉമർ റളിയല്ലാഹു തആല അൻഹു നടന്നു വരുന്ന വഴി കൂടെ പോലും അവൻ വരത്തില്ല. അത്രയ്ക്കും പേടി. ഉമർ തങ്ങളുടെ ധൈര്യം എന്തെന്നറിയോ? ചരിത്രം പറയുന്നുണ്ട്, ഉമർ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖബറി കൊണ്ടുവച്ചാൽ മുൻകറും നക്കീർ എന്ന് പറയുന്ന രണ്ട് മലക്കുകൾ കടന്നു വരും. മൻ റബ്ബുക, മൻ ദീനുക, മൻ ഇമാമുക എന്നുള്ള ചോദ്യം ചോദിക്കുമെന്ന് പറഞ്ഞപ്പോ ഉമർ തങ്ങൾ പറഞ്ഞു അത്രേ, എന്നോടെങ്ങാനും മലക്കുകൾ അങ്ങനെ ചോദിച്ചാൽ, ഖബറി കൊണ്ടുവെക്കുമ്പോ മലക്കുകൾ എന്റെ അടുത്ത് വന്നിട്ട് മുൻകറും നക്കീറും മൻ റബ്ബുക, ഉമറെ നിന്റെ റബ്ബ് ആരാണെന്ന് വെച്ചാൽ ഞാൻ തിരിച്ചു ചോദിക്കും അത്രേ, നിന്റെയൊക്കെ റബ്ബ് തന്നെയാ എന്റെ റബ്ബെന്ന് ഞാൻ പറയുമെന്ന്. ആ ധൈര്യം ഒന്ന് ചിന്തിക്ക് ചങ്ങാതി. അതാ ധൈര്യം, അതാ ഈമാൻ, അതായിരുന്നു ഈമാൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്തിട്ട് പിരിയുമ്പോ ആ കഅബയുടെ മുന്നിൽ നിന്നിട്ട് അല്ലാഹുവോട് പറയാ, പടച്ചോനെ എനിക്ക് ഷഹീദാകണം, എനിക്ക് ഷഹീദാകണം. എവിടെ കിടന്ന്? മക്കത്ത് മദീനത്ത് കിടന്നിട്ട് ഷഹീദാകണം. സ്വഹാബികൾ ആ ദുആ കേട്ടിട്ട് കണ്ണും തള്ളി നിൽക്കുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ഹജ്ജ് കഴിഞ്ഞ് പിരിയുമ്പോ അല്ലാഹുവോട് പറയുന്നു, പടച്ചവനെ എനിക്ക് ഷഹീദായി മരിക്കണം. എവിടെ കിടന്ന്? എന്റെ മുത്തി നബിയുടെ നാട്ടിൽ കിടന്നിട്ട്. സഹാബത്ത് ചിന്തിച്ചു പോയി, പടച്ചവനെ മക്കത്തും മദീനത്തും യുദ്ധമില്ലല്ലോ, പിന്നെ എങ്ങനെ ഷഹീദാകും? മക്കത്തും മദീനത്തും യുദ്ധമില്ല, പിന്നെ എങ്ങനെ മദീനത്ത് കിടന്ന് ഷഹീദാകും? ആ ഒരൊറ്റ ദുആ സഹാബത്തിനെ അത്ഭുതപ്പെടുത്തി. പക്ഷേ അത് മനസ്സിലായത് എപ്പോഴാ? മദീനത്ത് ഷഹീദായി വീണപ്പോഴാ. പള്ളിയിൽ സുബഹി നമസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ ഒരുത്തിങ്ങനെ കടാരയുമായിട്ട് കയറി വന്നു. വലിയ ചരിത്രമാ, പഠിക്കണം സഹോദര. നമ്മുടെയൊക്കെ നിസ്കാരത്തിന്റെ മഹത്വം. നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഈമാനുള്ള മരണം കിട്ടുമെന്ന. എന്നാൽ നമ്മുടെ നമസ്കാരം എന്തെന്നറിയോ? എടാ, മസ്ജിദുൻ നബവിക്കകത്ത് സുബഹി നമസ്കാരം നടക്കുന്നു. ഉമർ തങ്ങളാ ഇമാമത്ത് സൂറത്തു ത്വാഹ ഓതിയിട്ടാ നിസ്കരിക്കണേ. നമ്മുടെ പള്ളിയിലെ ഉസ്താദ് എങ്ങാനും വല്ലുഹായ്ക്ക് മുകളിലേക്ക് കയറിയ പുറകിൽ നിന്ന് ചുമക്കുന്ന കാലവാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലേ? പള്ളിയിലെ ഉസ്താദ് എങ്ങാനും ഒരു വലിയ സൂറത്ത് ഓതിയ ഉസ്താദ് എങ്ങാനും കയറി ഇന്ന് റമദാൻ ഉസ്താദെങ്ങാനും കയറി ഇന്നിട്ട് വല്ല റഹ്മാനോ വല്ല ഓതിയ ഉസ്താദ് ഇങ്ങനെ ഓതുമ്പോ പുറകിൽ നിന്നിട്ട് ഇങ്ങനെ എന്താടാ ഹത്ത ഓതണോ?
നമ്മള് നിങ്ങൾ ചിന്തിക്കുക, റമദാൻ വരുന്നുണ്ട്, ഈ മാസം അങ്ങോട്ട് ദുആ ചെയ്യും, അടുത്ത മാസം അങ്ങോട്ട് കടന്നു വരുമ്പോൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ ശൗറു റമദാൻ. റമദാൻ മാസത്തും ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ വല്ലുഹ മുതൽ താഴോട്ടടിക്കുന്ന പള്ളി തെരഞ്ഞെടുത്ത് നടക്കുക തറാവീഹ് നിസ്കരിക്കാൻ. ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ അലന്തറയ്ക്ക് താഴെ 10 ഞങ്ങളുടെ അവിടെ വല്ലുഹ മുതൽ 20 എണ്ണുന്നേ. ചില പള്ളിയിൽ അലന്തറ മുതൽ 1 അടിക്കും, രണ്ടാമത്തെ ട്രിപ്പ് അടിക്കും. 10 എളുപ്പം തീർന്നു. ഇതാ ഓടാ. ഏതെങ്കിലും ഒരു ഉസ്താദ് വലിയ സൂറത്ത് ഓതിയ പുറകെ നിന്നിട്ട് നമ്മൾ ചിന്തിക്കണത് എന്ത് അല്ലാഹ് ഇങ്ങനെ ഓതണേ, പടച്ചവനെ ഇങ്ങനെ പ്രാവുക, ശപിക്ക. പിന്നെ ഉസ്താദന്മാരോടും പറയാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ ചോദിക്കും, ചില ഉസ്താദന്മാര് ചെറിയ സൂറത്ത് ഓതുമ്പോ ചില കളവന്മാര് വിചാരിക്കും ഇങ്ങാർക്ക് ഇത് മാത്രമേ അറിയത്തുള്ളെന്ന്, പാപ്പായ്ക്ക് ഹദീസ് അറിയാത്തോണ്ടാ. ചില ഉസ്താദന്മാര് നമസ്കരിക്കുമ്പോ ചെറിയ സൂറത്ത് ഓതുമ്പോ പാപ്പമാര് വിചാരിക്കും ഇയാൾക്ക് വലിയ സൂറത്തൊന്നും ഓതാൻ അറിയില്ല എന്ന്. കാരണം എന്തെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്താദന്മാരോട് പറഞ്ഞത്, നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് ചെറിയ സൂറത്തുകൾ ഓതി നിസ്കരിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ എളുപ്പമായില്ലേ? അപ്പൊ ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടല്ലോ ഉസ്താദ്. അപ്പൊ ഈ ഉസ്താദന്മാർ ചോദിക്കാന്നല്ല, ചെറിയ സൂറത്തുകൾ ഓതിയിട്ട് നിസ്കരിക്കണം. കാരണം എന്ത്? ഉസ്താദിന്റെ പുറകിൽ പ്രായമുള്ളവര് നിൽക്കുന്നുണ്ട്, രോഗികൾ നിൽക്കുന്നുണ്ട്, കുട്ടികൾ നിൽക്കുന്നുണ്ട്. പല അത്യാവശ്യത്തിന് പോകുന്നവൻ ഒരു പള്ളി കണ്ടു, ഒന്ന് നിസ്കരിച്ചാന്ന് പറഞ്ഞ് പുറകെ കയറി നിൽക്കുമ്പോ ഉസ്താദ് ബക്കറ ഓതിക്കൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിക്കുക. അപ്പൊ പുറകിൽ നിന്ന് പ്രാവും. അതുകൊണ്ട് നിസ്കരിക്കുന്ന സമയത്ത് പോലും തന്റെ പുറകിൽ നിൽക്കുന്നവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. എന്നാൽ റമളാൻ മാസത്തിലൊക്കെ ഖത്തം തീർക്കുന്ന പള്ളികളുമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മസ്ജിദ് നബവിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മജൂസി വിഷം കലർത്തിയ കടാരയും കൊണ്ടുവന്നിട്ട് ഒരൊറ്റ കുത്ത് ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക്, തന്റെ വയറ്റിലേക്ക് കുത്തിയിറക്കി. എന്നിട്ട് അതിങ്ങോട്ട് ഊരിയെടുത്തു. ഇറങ്ങി പോകുന്ന വഴിയിൽ 1ാമത്തെ സഫിൽ നിന്ന 7 എണ്ണത്തിനെ കുത്തിയങ്ങ് മലർത്തി. ഇറങ്ങി പോകുന്ന വഴിയിൽ ചരിത്രം പറയുന്ന 7 പേരെ കുത്തി മലർത്തി. എല്ലാരും രക്തത്തിൽ കുളിച്ച് താഴെ വീണിരിക്കുക. എന്നാൽ ആ പള്ളിക്കകത്ത് നിന്ന ഒരു സഹാബിയും കെട്ടിയ കൈ പോലും അഴിച്ചില്ല. ആ പള്ളിക്കകത്ത് നിന്ന് ആ സാധാരണ ഇമാമിനെയല്ല കുത്തിയത്, ഖലീഫ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഉമർ തങ്ങളെ കുത്തിയിട്ടു. തന്റെ അടുത്ത് നിന്ന 7ഓളം സ്വഹാബികളെ കുത്തിയിട്ടു. എന്നിട്ടും ഒരൊറ്റ സഹാബി പോലും കൈയടിച്ചില്ല. കാരണം എന്ത്? കൈ കെട്ടിയിട്ട് അവര് പറഞ്ഞു എന്തെന്നറിയോ? ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അതൊരു കരാറ. അതിന്റെ അർത്ഥമായി എനിക്ക് നിങ്ങൾക്ക് അറിയാതെ പോയത്. അതിന്റെ അർത്ഥമാണ് നമുക്ക് ഒന്നിന്റെ അർത്ഥം അറിയത്തില്ല. കല്യാണം കഴിക്കുന്നവൻ അതൊക്കെ ഒരു വലിയ ചടങ്ങ്. എന്റെ പൊന്നാര ചങ്ങായിമാരെ, കല്യാണം നടത്തുമ്പോഴാണ് എനിക്ക് ചിരി വരാറ്. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും നടത്താറില്ല. ചില ചങ്ങാതിമാരുടെ കൈ നിക്കാഹ് നടത്തുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കും, ഓം വായും തുറന്നിട്ടിരിക്കുക, ഈ പുഴുങ്ങിയ മുട്ട വായിലിട്ടിട്ട്. അറിയത്തില്ല പറയാൻ. പലർക്കും, എന്റെ ചങ്ങായിമാരോട് ഞാൻ പറയണ, എന്റെ പൊന്നാര മക്കളെ, ഉസ്താദിനെ ചിരിപ്പിക്കരുത്, അള്ളാനെ ഓർത്തിട്ട്. കല്യാണം കഴിക്കാനിരിക്കുന്ന ചെറുപ്പക്കാരോടും പെണ്ണിന്റെ വാപ്പ, അത് പിന്നെ പറയേണ്ട ഒരു സാധുവാ. പടച്ചോനെ ഏറ്റവും വലിയ കോമഡി തോന്നുന്ന അവിടെ അള്ളാന്റെ അർശുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ആ നിക്കാഹ്. ആ നിക്കാഹ് നടക്കുമ്പോ ഉസ്താദന്മാര് ചിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാരും ഒന്നുമില്ല കേട്ടോപ്പ, നമ്മള് ചെറുപ്പക്കാരൊക്കെ. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക്, ഞാൻ ഇങ്ങനെ പറഞ്ഞു, കോമഡിയാന്നേ. നിക്കാഹിനിരിക്കുമ്പോ ചോദിക്കും മഹർ എത്ര? കല്യാണ പയ്യനോട്, വാപ്പാനോട് ചോദിക്കും എത്ര വാപ്പാന്ന്. വാപ്പ കെട്ടിയതാ പണ്ട് മഹർ കൊടുത്തിട്ട്. എടാ പിന്നെ നീ എന്തിനാണ് നടക്കണേ? സ്വന്തം വാപ്പാനോട് ചോദിക്കും മഹർ എത്രയാണ്. അത് പറഞ്ഞു കൊടുക്കുമ്പോ ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയുന്ന, കല്യാണത്തിന്റെ തലേന്ന് നീ ആ സീഗയൊന്ന് പഠിക്കണം. ഒന്നുമില്ലല്ലോ. പെണ്ണിന്റെ വാപ്പ പറയണം. പയ്യൻ പറയുന്ന എന്താ? ഇതെങ്കിലും പഠിച്ചു വെക്ക്. ഇതെങ്ങനെ അങ്ങോട്ട് പോയിരുന്നിട്ട് ഉസ്താദ് എന്തൊക്കെ പാടുപെട്ടിട്ടാ ഇതൊന്ന് പഠിപ്പിക്കണമെന്നറിയോ? 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയെ പഠിപ്പിക്കണ പോലെ വാപ്പാനെ പഠിപ്പിക്കണം. എന്റെ ഇതുപോലും പറയാൻ അറിയില്ലല്ലോ. എന്താണ് ഇതിന്റെയൊക്കെ ദുആ?
മോനെ വജ്ജഹത്ത് ഓതുന്നു, എന്താണ് വജ്ജഹത്തിന്റെ അർത്ഥം? അതൊരു വലിയ കരാറാ നിന്നെ പടച്ച അള്ളാനോട് ചെയ്യണത്. അതുകൊണ്ടാണ് ഉമർ തങ്ങൾ കുത്തുകൊണ്ട് താഴെ വീണപ്പോഴും നിസ്കരിക്കാൻ പറ്റാതെ വന്നപ്പോ വിളിച്ചു പറഞ്ഞു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അതെങ്ങാണം പള്ളി പറഞ്ഞ നമ്മളൊക്കെ പള്ളി പറമ്പിലെ കാണത്തുള്ളൂ, ഓടി രക്ഷപ്പെടും. നമ്മുടെ പള്ളിക്കകത്തെങ്ങാണ് ഇങ്ങനെ നടന്നാ പിന്നെ ഒരു ഇൻസാനെയും കാണത്തില്ല. ആരും കുത്താൻ വരണ്ട, ഒരു പാമ്പ് വരുന്നെന്ന് പറഞ്ഞു നോക്കിയാൽ മതി, പിന്നെ കാണൂല. എന്നാൽ ഉമർ തങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോ പുറകിൽ നിന്ന് സഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു നേരെ കേറി ഇമാമിന്റെ ചവിട്ടി പോയി നിന്നു. ഉമർ തങ്ങൾ നിന്ന് അതേ സ്ഥലത്ത് പോയി നിന്നു. എന്നിട്ട് വാക്കി നിസ്കരിക്കുക. ആ സഹാബിയുടെ കാലിന്റെ ചുവട്ടിലാ ഉമർ തങ്ങൾ രക്തത്തിൽ കിടന്നു പിടഞ്ഞത്. ഒന്ന് ആലോചിക്കുക, അതാ ഈമാൻ, അതാ ഈമാൻ. പക്ഷെ ഉമർ തങ്ങൾ ദുആ ചെയ്തു, കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് എനിക്ക് മക്കത്ത് കടന്ന് മദീനത്ത് കടന്ന് ഷഹീദാകണം അല്ലാഹ്, എനിക്ക് മദീനത്ത് കടന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ നാട്ടിൽ കടന്ന് എനിക്ക് ഷഹീദാകണം. ദുആയായിരുന്നു. ചരിത്രം പറയുന്നു സ്വഹാബികൾ മുഖത്ത് കൈവച്ചു നിന്നു. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അവിടുത്തെ ഖബറിടം അല്ലാഹു സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. വല്ലാത്ത പേടിയായിരുന്നു ഉമർ തങ്ങൾക്ക്, അല്ലാഹനെ വല്ലാത്ത പേടി. ഭരണാധികാരിയായിരുന്നപ്പോ രാത്രി ഇറങ്ങി പോകും തന്റെ അനുയായികളെ കൊണ്ട് അന്വേഷിക്കാൻ. ഒരിക്കൽ ഇങ്ങനെ പോകുമ്പോ ഒരു വീട്ടിൽ നിന്ന് നല്ല പാട്ട് കേൾക്കുന്നു. ഒരു വീടിന്റെ അകത്ത് വല്ലാത്ത പാട്ട് കേട്ടു. ഉമർ തങ്ങൾ പതുക്കെ മതിലങ്ങ് ചാടി. മതില് ചാടി അകത്ത് കയറി ഒളിഞ്ഞു നോക്കിയപ്പോ ഒരുത്ത കള്ളു കുടിച്ചിട്ട് നിന്ന് പാടുക. ഉമർ തങ്ങൾ കതക് ചവിട്ടി പൊളിച്ച് അകത്ത് കയറി. ഉമർ തങ്ങളെ കണ്ടപ്പോ ഇവൻ നിന്ന് വിറയ്ക്ക. ഉമർ തങ്ങളെ കണ്ടപ്പോ നിന്ന് വിറയ്ക്ക. ഉമർ തങ്ങളെ കണ്ട ഉടനെ പേടിച്ചിങ്ങനെ നിൽക്കുമ്പോ ഈ ചങ്ങാതി കുടിയനാണെങ്കിലും വിവരമുണ്ട്. നമ്മളെ പോലെ ഒന്നുമല്ല, ഇറച്ചിക്കോഴിയെ പോലെ നമ്മൾ നടക്കണേ. പക്ഷെ ആ ചങ്ങാതി കുടിയനാണെങ്കിലും 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബി എന്നൊക്കെ നമുക്ക് പറയും. പക്ഷെ ആ ചങ്ങാതിക്ക് ബുദ്ധിയുണ്ട്. അവൻ കുടിയനാണെങ്കിലും ഉമർ തങ്ങളെ കണ്ടപ്പോ പേടിച്ചു. പക്ഷെ ധൈര്യം അങ്ങോട്ട് സ്വരൂപിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു തെറ്റല്ലേ ചെയ്തുള്ളൂ, നിങ്ങൾ 3 എണ്ണം ചെയ്തു. ഖലീഫയോട് പറയാ, ഞാൻ കള്ളു കുടിച്ചു, പാവം തന്നെയാ ചെയ്തത്, തെറ്റാ ചെയ്ത. പക്ഷെ നിങ്ങളോ? ഉമർ തങ്ങളോട് വെച്ച് നിങ്ങളോ? ഞാൻ എന്ത് ചെയ്തു? നിങ്ങളും 3 തെറ്റ് ചെയ്തു. എന്താ ഞാൻ ചെയ്ത തെറ്റ്? 1, എന്റെ വീടിന്റെ മതില് ചാടി. എന്റെ വീടിന്റെ മതില് ചാടി. 2, ഒളിഞ്ഞു നോക്കി. പാടില്ലല്ലോ. 1, എന്റെ വീടിന്റെ മതില് ചാടി. 2, എന്റെ വീട്ടിൽ ഒളിഞ്ഞു നോക്കി. 3, അനുവാദമില്ലാതെ വീടിന്റെ അകത്ത് കയറി. ഞാൻ 1 ചെയ്തുള്ളൂ, നിങ്ങൾ 3 എണ്ണം ചെയ്തില്ലേ? ഉമർ തങ്ങളുടെ കണ്ണ് നിറഞ്ഞുപോയി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വീടിന്റെ മുന്നിൽ പോയാ നിങ്ങൾ സലാം പറയണം, ബെല്ലടിക്കണം, എന്നിട്ട് മാറി നിൽക്കണം. വീട്ടിൽ പോയിട്ട് ബെല്ലടിച്ചിട്ട് വീടിന്റെ വാതിലിന്റെ നേരെ നിൽക്കില്ലെന്ന് പറയാം, മാറി നിൽക്കാനാ പറഞ്ഞേ. എന്തേ കാരണം? അതിലൊക്കെ പല കാരണങ്ങളുമുണ്ട്. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ആ ഉമർ തങ്ങൾ സ്വന്തം ചാട്ടവാറ് കൊണ്ട് തല്ലും. അല്ലാഹുവേ, എന്നിട്ടും ആരാ? ഉമറും ഫിൽ ജന്ന, ഉമറെ നീ സ്വർഗത്തിലാണെന്ന മുത്തുനബി പറഞ്ഞേ. ആ ഉമർ തങ്ങള് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പുല്ല് കാണുമ്പോ പറയുമായിരുന്നു അത്രേ, പടച്ചോനെ ഞാൻ ഈ പുല്ലായാ മതിയായിരുന്നു, പുല്ലായാ മതിയായിരുന്നു. കാരണം എന്നെ കൊണ്ട് പശുക്കെങ്കിലും ഉപയോഗം ഉണ്ടാകും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവരങ്ങനായിരുന്നു. ആരെങ്കിലും ചിരിക്കുന്നത് കണ്ടാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, ചിരിക്കരുത്. കുല്ലുംരിഇൻ മുസബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗതു അദിനാ മിൻ ശിറാകി നഅലിഹി. ചിരിക്കുന്നവരോട് പറയുമായിരുന്നു, നിങ്ങൾ അധികം ചിരിക്കല്ലേ. കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്ക്. ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറ് നിന്റെ കാലിനോടത്ര അടുത്ത് കിടക്കുന്നോ? ഇതുപോലെ മരണം അടുത്ത് കിടക്കുന്നു എന്നവിടെന്ന് മഹാനവറുകൾ പറയുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, ഞാൻ നിർത്തുകയാണ്. അൽഹംദുലില്ലാഹ്, എനിക്ക് മുമ്പ് പ്രഭാഷണം നടത്തിയ ഉസ്താദ് പടച്ചവനെ ഔലിയാക്കന്മാരെ സിയാറത്ത് ചെയ്യുമ്പോൾ, മഹാന്മാരുടെ ഉറൂസുകളെ സിയാറത്ത് ചെയ്യുമ്പോ ഉറൂസിന് പങ്കെടുക്കുന്നതിന്റെ പ്രതിഫലം പറഞ്ഞല്ലോ. അല്ലാഹുവേ, ഇബാദത്തല്ലേ. മഹാന്മാരെ സ്മരിക്കുന്നത് ഇബാദത്താ. അവരെ
കുറിച്ച് പറയുന്നത് ദിക്റാണ്. പടച്ചവരെ അല്ലാഹുവേ 748ാമത്തെ ഉറൂസിൽ ഒരുമിച്ച് കൂടിയവരെ എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാറുള്ളത് അല്ലാഹുവേ നല്ല കാര്യമാണ്. നാളെ സുബഹി വരെ നിങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. അവസാന സുബഹിയുടെ നമസ്കാരം കഴിയുമ്പോ ഈ മഹാനിന്റെ പൊരുത്തത്തില് അവിടെ നിന്ന് തരുന്ന ചീരണി വാങ്ങിച്ചിട്ട് പോകാൻ കാത്തിരിക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, എനിക്കൊന്നേ പറയാറുള്ളൂ. അല്ലാഹ് ഈ മഹാനിന്റെ പൊരുത്തം നിങ്ങൾക്ക് വേണോ? ഈ മഹാനിന്റെ ഗുരുത്വം വേണോ? ഈ മഹാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസമാ. ഉറൂസിന് 10,000 പങ്കെടുത്തിരിക്കുകയാണ്. വല്ലാത്ത സന്തോഷമാണ്. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവര്, ആ മഹാനിന്റെ മനസ്സ് നിങ്ങളാരും വേദനിപ്പിക്കരുത്. എങ്കിലും പലരും വേദനിപ്പിക്കാറുണ്ട്. എങ്ങനെയെന്നറിയുമോ? നാളെ രാവിലെ ഇവിടത്തെ പള്ളിയുടെ മിനാരത്തിൽ വിളിക്കുകയാണ്, അസ്സലാത്തു ഖൈറും മിനൻ നൗം. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് സുബഹി വാങ്ങ് വിളിക്കുമ്പോ ഇവിടത്തെ ചീരണി വാങ്ങാൻ ഒരുമിച്ച് കൂടിയ മനുഷ്യ ഒരാള് പോലും നാളത്തെ സുബഹി കളാക്കല്ലേ. സംഘാടകരോട്, ഭക്ഷണം വെക്കുന്നവരോട്, ഭക്ഷണം വിളമ്പുന്നവരോട്, ഭക്ഷണം കൊടുക്കുന്നവരോട്, ഭക്ഷണം വാങ്ങാവുന്നവരോട് അല്ലാഹുവിനെ ഓർത്തിട്ട് ഒരാളും സുബഹി നമസ്കാരം മുടക്കരുത്. നിങ്ങൾ ആരെങ്കിലും മുടക്കിയാ ഈ കിടക്കുന്ന മഹാന്റെ പൊരുത്തം നിനക്ക് ലഭിക്കൂല. ഈ മഹാന്റെ ശാപമേ നിനക്ക് കിട്ടൂ. കാരണം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു മനുഷ്യന് കാരണമില്ലാതെ ഒരു വഖത്ത് നമസ്കാരം മുടക്കിയാ അവന് കാഫിറാകുമെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഈ മഹാനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന രാത്രിയാ ഇന്നത്തെ രാത്രി. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ കൂടിയിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ നാളത്തെ സുബഹി ഈ പള്ളിയിൽ വന്ന് നിന്നിട്ട് മുടക്കിയ നീ അതിന് അള്ളാന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുടെ മുന്നിൽ പോകുമ്പോ പടച്ചവനെ ഞാൻ ഭക്ഷണം വിളമ്പുമായിരുന്നു, ഞാൻ ചീരണി പൊതിയുമായിരുന്നു, ഞാൻ ക്യൂ നിന്ന് പോയിരുന്നു, അതുകൊണ്ട് എന്റെ ഒരു വഖത്ത് മുടങ്ങിപ്പോയെന്ന് അള്ളാന്റെ മുന്നിൽ പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഉറപ്പിച്ചു പറയുന്നു, ഒരാളും ഒരു വഖത്ത് മുടക്കരുത്. മുടക്കിയാൽ അതൊരു കാരണമില്ലാതെ മുടക്കിയാൽ കാഫിറായി പോകുമെന്ന ഉമർ തങ്ങൾ അതിന്റെ ഗൗരവം പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നാളെ പടച്ച റബ്ബിന്റെ ഹലാലും ഹറാമൊക്കെ ചർച്ച ചെയ്യുന്ന കാലവ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വരുമ്പോ പന്നിയോട് അല്ലാഹു ചോദിക്കും, നിനക്ക് വല്ല പരാതിയുണ്ടോ? പന്നിയോട് ചോദിക്കും, നിനക്ക് വല്ല പരാതിയുണ്ടോ? പന്നി പറയൂ, അത്രേ, എനിക്കൊരു പരാതിയുണ്ട് പടച്ചവനെ. എന്റെ അല്ലാഹുവേ, ഒരു മുസ്ലിമിന്, ഒരു മുഅ്മിനിന് എന്നെ തൊടാനോ എന്റെ ഭക്ഷണം കഴിക്കാനോ ഭാഗ്യം കിട്ടിയില്ലല്ലോ. പന്നി പറയുന്ന ഒരു പരാതി. ഏയ് ചങ്ങാതി, ഉറങ്ങണവരൊക്കെ ഒന്ന് കേട്ടെ, എളുപ്പം നാളത്തെ സുബഹി വേണോ വേണ്ടയോ തീരുമാനിക്ക്. പന്നി എന്നല്ലേ പറയാ നിങ്ങള്, അല്ലേ? ഈ പന്നി എന്ന് പറയുന്ന മൃഗം അള്ളാഹിനോട് പറയുന്ന പരാതി എന്താ? അല്ലാ, എന്നെ ഒരു മുസ്ലിമിന് തൊടാനും പറ്റൂല, അവനിക്ക് എന്നെ കഴിക്കാനും പറ്റിയില്ല, അതിലെനിക്ക് വിഷമമുണ്ടല്ല, അതിലെനിക്ക് വിഷമമുണ്ട്. നമുക്ക് പന്നിയെ തൊടാൻ പറ്റുമോ? തൊടാൻ പറ്റുമോ? തിന്നാൻ പറ്റുമോ? ഹലാലിനെ കുറിച്ച് ചർച്ച ചെയ്യുക. ഹലാൽ ഹറാം ഇപ്പൊ എല്ലാ കടകളിലും, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇവിടെ ഉണ്ടോന്ന് അറിയത്തില്ല കേട്ടോ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഹലാലു ഹറാമൊക്കെ, ഹലാലിനെ കുറിച്ച് ഇപ്പൊ വിവാദം. എന്ത് ഹലാല്? എടാ പോട്ട, ഹലാലിന്റെ അർത്ഥം അറിയായിരുന്നെങ്കിൽ ഉമ്മാരും ഈ പണിക്ക് നിൽക്കത്തില്ലായിരുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തിപ്പ ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താ? പള്ളി ജുമാ നിസ്കരിക്കാൻ വന്നു, ജുമാ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോ കുറെ ചെരുപ്പ് കിടക്കുന്നു, അതിൽ ഒരു നിന്റെതല്ലാത്ത വേറെ ഏതെങ്കിലും ചെരുപ്പ് ഇടാൻ പാടുണ്ടോ? ഇടാൻ പാടുണ്ടോ? അതിനെന്താ പറയാ? ഹറാമല്ലേ, പാവല്ലേ അത്? അപ്പൊ ഹറാമു ഹലാലെന്ന് പറഞ്ഞ എന്താ? ഇപ്പൊ ഇതാ ഇവിടെ ഒരു പോണ വഴിയിൽ ഒരു പേരൊക്കെ റോഡിൽ കിടക്കുന്നു, നിനക്കെടുത്ത് തിന്ന ഹറാമാണോ? ആണോ? നല്ല മധുര അവസ്ഥ എടുത്ത് തിന്നാറില്ലേ? അതെന്താ അറിയാം, റോഡിൽ കിടക്കുന്ന സാധനം എടുത്തിരുമ്പോ വലിയ ടേസ്റ്റാ, സ്വന്തം പറമ്പിൽ അത്ര ഉണ്ടാവില്ല.
അതാണ് ശൈത്താൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ എന്തേ പറഞ്ഞ പന്നി അള്ളഹാനോട് പറയും എനിക്കൊരു പരാതി ഉണ്ട് പടച്ചോനെ. അവസാനം പരാതിയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പന്നി പറയാ അൽഹംദുലില്ലാ. എന്തിനാ അൽഹംദുലില്ലാ പറഞ്ഞത്? പടച്ചോനെ, നിസ്കരിക്കാത്ത ഒരു മുസ്ലിം ആയിട്ട് എന്നെ നീ സൃഷ്ടിച്ചില്ലല്ലോ അല്ലാഹ്. പന്നി അള്ളഹാനോട് പറയാ, പടച്ചോനെ, നിസ്കരിക്കാത്ത ഒരു മുസ്ലിം ആയിട്ട് എന്നെ നീ സൃഷ്ടിച്ചില്ലല്ലോ, അതുകൊണ്ട് അൽഹംദുലില്ലാ, എനിക്ക് സന്തോഷമുള്ളെന്ന്. ആ പന്നിയുടെ വില പോലും ഇല്ല നിസ്കരിക്കാത്തവന്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരാള് പോലും നാളത്തെ സുബഹി മുടക്കരുത്. മുടക്കിയാൽ നീ അള്ളാഹുടെ മുന്നിൽ നാളെ കണക്ക് പറയേണ്ടി വരും. ഈ സയ്യിദ് അവറുകൾ, ഈ മഹാനവറുകളുടെ പൊരുത്തക്കേട് വാങ്ങിച്ചു വെക്കേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്നാമത്തെ വിഭാഗം ആ തങ്ങൾ കണ്ണുനീരിനെ ഉപമിച്ച് പിടിച്ചു കൊണ്ടുപോവുകയാ. പിടിച്ചു കൊണ്ടുപോകുമ്പോ റബ്ബേ, ഇവനെ നീ നരകത്തിലിടല്ലേ അല്ലാ, ഇവനെ നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ചെറുപ്പക്കാരാ, കരഞ്ഞവന്റെ പ്രതിഫലമല്ല, ഒരു രോമം നനയുന്ന രീതിയിലെങ്കിലും, ഒരു രോമം നനയുന്ന രീതിയിലെങ്കിലും നിന്റെ കണ്ണൊന്ന് നിറഞ്ഞ നാളെ ആ രോമം കൊണ്ടുപോകുമടാ നിന്നെ സ്വർഗത്തിൽ. നാളെ ആ രോമം കാണും, നിനക്ക് ശഫാഅത്ത് ചെയ്യാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു മറ്റൊരു ഹദീസ്. നരകത്തിലേക്ക് മലക്കുകൾ കൊണ്ടുപോവുകയാണ്. റസൂലുള്ളാഹി പറയുകയാ, റഅയ്തു റജുലൻ മിൻ ഉമ്മത്തി. റസൂലുള്ളാഹി പറയുകയാണ്, ഖദ് ഉൽഖിയ ഫിന്നാർ ഫജാഅതു ദംഅതുൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ സദസ്സിലിരിക്കുന്ന ചെറുപ്പക്കാരാ, ഒരു തുള്ളി കണ്ണുനീര് നിന്റെ കണ്ണിൽ നിന്ന് താഴെ വീണാൽ നാളെ നരകത്തിന്റെ സബാനിയത്തിന്റെ മലക്കുകൾ നിന്നെ നരകത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുമ്പോ അതാ വരികയാണ്. ഫജാഅതു ദംഅതുൻ. അല്ലാഹ് നിന്റെ കണ്ണിൽ നിന്ന് താഴെ വീണ കണ്ണുനീരുണ്ടല്ലോ, ആ കണ്ണുനീര് വന്നിട്ട് വഹദ ബിയദിഹി അഖിലൽ ജന്നാ. ഇത് കേട്ടിട്ടും നിനക്ക് കരയാ തോന്നുന്നില്ലെങ്കിൽ, ഇത് കേട്ടിട്ടും നിനക്ക് കരയാ തോന്നുന്നില്ലെങ്കിൽ നീ എന്ത് നന്നാകാനാ ചെറുപ്പക്കാരാ? എന്റെ കണ്ണിൽ നിന്നെങ്ങാണ് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ഒരു തുള്ളി കണ്ണുനീര് താഴേക്ക് വീണാ നാളെ സിറാജിനെ നരകത്തിന്റെ മലക്കുകൾ കൊണ്ടുപോകുമ്പോ ആ കണ്ണുനീര് വരികയാണ്, ആ കണ്ണുനീര് വരികയാണ്. എന്റെ കയ്യിൽ പിടിക്കുകയാണ്, എന്റെ കയ്യിൽ പിടിക്കുകയാണ്. അല്ലാഹുവിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് പറയുന്നു, നാഥാ, അല്ലാഹുവേ, സിറാജിനെ നീ പുറത്തു കൊടുക്കണേ തമ്പുരാന്, സിറാജിനെ നീ സ്വർഗം കൊടുക്കണേ തമ്പുരാന്. ഇവൻ കരഞ്ഞവനാണല്ലോ, ഇവൻ നിന്നെ കുറിച്ച് ഭയന്നവനാണല്ലോ, ഇവൻ നിന്നെ കുറിച്ച് പേടിച്ചവനാണല്ലോ. ആ കണ്ണുനീര് ഞാനാ അല്ലാ, ഇവന് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. നമ്മുടെ കണ്ണിൽ നിന്ന് വീഴുന്ന ഒരു തുള്ളി കണ്ണുനീര് നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ വെച്ച് ശഫാഅത്ത് ചെയ്തിട്ട് നമ്മളെ സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തുമെന്ന് പറഞ്ഞത് ഞാനല്ലല്ലോ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഭർത്താവിനെ വഞ്ചിച്ചിട്ടുണ്ട് പടച്ചവര്, എന്റെ ഭാര്യയെ ചതിച്ചവനാണ്, എന്റെ മാതാപിതാക്കളെ പറ്റിച്ചവനാണ്, ഒരുപാട് കാമുകിമാരുടെ നഗ്നചിത്രം കണ്ടവനാ, പല വൃത്തികേടും പറഞ്ഞവനാ. പുറത്തു തരണേ അല്ലാ, ഒരു പേടിയും വേണ്ട, ഒരു പേടിയും വേണ്ട. യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. എന്തിനാടാ
പേടിക്കുന്നത്? അള്ളയല്ലേടാ പറഞ്ഞത്? എന്നോട് പറയാ പറ നബിയേ, എന്നോട് പറയാ പറ. കള്ള് കുടിച്ചവനാണെങ്കിലും വ്യഭിചരിച്ചവനാണെങ്കിലും എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും എന്നോടൊന്ന് പറയാ പറ നബിയേ. ഞാൻ ആരാ? 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാ നബിയേ. എടാ ചെറുപ്പക്കാരാ, 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാ നിന്റെ റബ്ബ്. വ്യഭിചാരികൾക്ക് പുറത്തു കൊടുത്തവനാ. ഖബറിൽ കിടന്ന മയ്യത്തിനെ വ്യഭിചരിച്ചവന് പുറത്തു കൊടുത്തവനാ. സ്വന്തം പെൺമക്കളെ ജീവനോടെ കുടിച്ചു മൂടിയവർക്ക് പുറത്തു കൊടുത്തവനാ നിന്റെ റബ്ബ് ഗഫൂറാ, നിന്റെ റബ്ബ് റഹീമാ. അതുകൊണ്ട് ദുആ ചെയ്തോ, അതുകൊണ്ട് പറഞ്ഞോ, പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീ അല്ലാതെ. ഇഹലോകാർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്നെ ഉന്തി തള്ളിവിട്ടു ചാദിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. പറ്റിപ്പോയി തമ്പുരാനെ, പറ്റിപ്പോയി തമ്പുരാനെ. പലപ്പോഴും തെറ്റുകൾ ചെയ്തു പോയി. അറിഞ്ഞു ചെയ്തത്, അറിയാതെ ചെയ്തത്, ധിക്കരിച്ച് ചെയ്തത്, അഹങ്കാരത്തോടെ ചെയ്തത്, രഹസ്യവും പരസ്യവുമായി ഒരുപാട് നന്ദികേട് എന്റെ ഭാഗത്ത് നിന്ന് വന്നുപോയി. പടച്ചവനെ, എല്ലാം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് റബ്ബേ എന്നെ നീ ആട്ടല്ലേ അല്ലാ, എന്നെ നീ ആട്ടല്ലേ അല്ലാ. നീ അല്ലാതെ എനിക്കാരുമില്ല റബ്ബേ. നീ എന്നെ ആട്ടിയാ ഞാൻ എവിടെ പോകാനാ? നീ എന്റെ റബ്ബല്ലേ അല്ലാ, ഞാൻ നിന്റെ അടിമയല്ലേ അല്ലാ. അടിമ യജമാനനോടല്ലാതെ ആരോട് പറയാനാ റബ്ബേ? നീ എന്നെ കൈവിട്ടാൽ ഇനി എന്നെ രക്ഷപ്പെടുത്താൻ ആരാ ഉള്ളത്? പടച്ചവനെ, നിന്റെ അടിമയുടെ കണ്ണ് നിറയുന്നത് നിനക്കിഷ്ടമല്ലല്ലോ അല്ലാ. നിന്റെ അടിമയുടെ കണ്ണ് നിറയുന്നത് നിനക്കിഷ്ടമല്ലല്ലോ അല്ലാ. എന്നെ കണ്ടില്ലെന്ന് നടിക്കല്ലേ റബ്ബേ, എന്നെ ആട്ടി ഓടിക്കല്ലേ റബ്ബേ. നിന്റെ മുന്നിൽ ഒരടിമ നീട്ടുന്ന കൈ തട്ടിക്കളയാ നിനക്ക് ലജ്ജയല്ലേ അല്ലാ? എനിക്ക് പുറത്തുതാ എന്ന് മനസ്സറിഞ്ഞിട്ട് പറ മക്കളെ. അല്ലാ എന്റെ മുന്നിൽ ചെയ്തു പോയത് പറ. കാരണം നാളെ നീ ഉണ്ടാകുമെന്നില്ല. ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവാ, ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവ്. വയലിന് വരുമ്പോ ഒരു സഹോദരി വിളിച്ചിട്ട് കരയുന്നു, ഉസ്താദേ 2 മാസം പ്രായമുള്ള മോൻ, 2 വയസ്സ് പ്രായമുള്ള മോൻ ഐസിയുവിന്റെ അകത്താ. ഒരുപാട് സർജറി കഴിഞ്ഞു, 3 സർജറി കഴിഞ്ഞിട്ട് എന്റെ പൊന്നുമകൻ വെന്റിലേറ്ററിലാണ്. 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും സഹിച്ച് പ്രസവിച്ച ഉമ്മ പറയുന്നു, ഉസ്താദേ എന്റെ മോന്റെ അവസ്ഥ എനിക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല. മരണം ഖൈറാണെങ്കിലും ദുആ ചെയ്യാൻ. പടച്ചവനെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഓരോ മനുഷ്യന്റെ അവസ്ഥ ഇതല്ലേ ഉള്ളൂ. പ്രായമുള്ള ചെറുപ്പക്കാരോട്, വാപ്പമാരോട്, ഉപ്പ മരിക്കണമെങ്കിൽ ക്യാൻസർ വേണമെന്നാരാ പറഞ്ഞത്? ട്യൂമർ വേണമെന്നാരാ പറഞ്ഞത്? മരിക്കാനൊരു രോഗവും വേണ്ട, മരിക്കാനൊരു രോഗവും വേണ്ട. തുഅമ്മീലു ഫിദ്ദുനിയാ തവീലൻ വലാ തദരി ഇലാ ജന്ന ലൈലുൻ ഹൽ തഈസു ഇലൽ ഫജ്രി വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീദിൻ ആശ ദഹ്റൻ അലാ ദഹ്രി. മോനെ, രോഗം വേണ്ടടാ. രാവിലെ എഴുന്നേറ്റവന് വൈകുന്നേരം തികയ്ക്കുന്നില്ല, രാത്രി കടന്നവന് രാവിലെ എഴുന്നേക്കുന്നില്ല. ഒരു രോഗവുമില്ലാത്തവർ വീണു വീണു മരിച്ചു പോകുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, പ്രത്യേകിച്ച് എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു, മക്കളെ, നമ്മളിൽ പലർക്കും വല്ലാത്ത വാശിയാ.
നമ്മുടെ ചെറുപ്പക്കാരിൽ പലർക്കും വല്ലാത്ത വാശിയാണ്. എങ്കിലും മക്കളെ ആരെയും നീ കുറ്റം പറയരുത്, ഒരു ഉസ്താദന്മാരെയും നീ കുറ്റം പറയരുത്, ഒരു സംഘാടകനെയും നീ കുറ്റം പറയരുത്. നിന്റെ നേതാക്കന്മാരത് കാണിച്ചു തന്നിട്ടില്ല. സമസ്തയുടെ നാണെങ്കിലും എന്റെ ചെറുപ്പക്കാരോട്, SSFന്റെ ചെറുപ്പക്കാരാണെങ്കിലും SKSSFന്റെ ചെറുപ്പക്കാരാണെങ്കിലും, മക്കളെ നമ്മുടെ ഉസ്താദന്മാരുണ്ടല്ലോ, നമ്മുടെ പണ്ഡിതന്മാര് ഒരാളെയും ഇന്ന് വരെ ചീത്ത പറയുന്നത് നീ കേട്ടിട്ടാതിന് നിനക്ക് ഓർമ്മയുണ്ടല്ലോ? ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഉസ്താദന്മാരെ കുറിച്ച് മോശമായി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരിക്കലും അവര് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാ മക്കളെ അവരൊക്കെ മരിച്ചു കിടന്നപ്പോ അവരുടെ മുഖത്തൊരു പുഞ്ചിരി കണ്ടത്. അവരൊക്കെ മരിച്ചു കിടന്നപ്പോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പടച്ചവനെ എന്തേ എനിക്കും നിങ്ങൾക്കും പറയാനുള്ളത്? ഒരുപാട് മഹത്തുക്കളായ പണ്ഡിതന്മാർ എത്ര കൊല്ലം കഷ്ടപ്പെട്ടിട്ടാ അവരിൽ പഠിച്ചതെന്നറിയോ? ഇത്രയും വലിയ നിലയിലെത്താൻ അവരൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാ എത്തിയതെന്നറിയോ? അവരൊക്കെ അല്ലാഹുവിനെ മനസ്സിലാക്കിയവരാണ്. ആ പണ്ഡിതന്മാരെ കുറ്റം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഫ്ലെക്സ് കീറിയിട്ട്, അല്ലെങ്കിൽ ഫ്ലെക്സ് വെച്ചിട്ടല്ല മക്കളെ വാശി കാണിക്കേണ്ടത്. എടാ, വാശി കാണിക്കേണ്ടത് ശത്രുവിനോടാ. എന്റെ ചെറുപ്പക്കാരോട്, ഇന്നത്തെ എന്റെ യുവത്വത്തിനോട് എനിക്ക് പറയാറുള്ളത്, മക്കളെ വാശി കാണിക്കേണ്ടത് നിന്റെ ശത്രുവിനോടാ. നിന്റെ ശത്രുവാരെന്നറിയോ? അല്ലാഹ് പരിശുദ്ധമായ ഖുർആൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിന്റെ ശത്രുവാരാണെന്ന്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു, മോനെ, നിനക്ക് ആ ശത്രുവിനെ തോൽപ്പിക്കാൻ കഴിയണം. നിനക്ക് വാശിയുണ്ടെങ്കിൽ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ ചെയ്യേണ്ടത് അവനെ പരാജയപ്പെടുത്തല. അതിന് ചെയ്യേണ്ടത് എന്തെന്നറിയോ? ഒരു കവി പറഞ്ഞ 4 വരി ബൈത്ത് ഞാൻ പറയാം. എന്റെ ചെറുപ്പക്കാരോട് ഞാൻ ഒരിക്കലും പടച്ചവനെ സംഘടന പറയുന്നവനല്ല. ഞാനൊരു അൽഹംദുലില്ലാഹ്, എനിക്ക് അഭിമാനത്തോടു കൂടി പറയാ ഞാനൊരു സമസ്തക്കാരനാണെന്ന്. പക്ഷേ യഥാർത്ഥ സമസ്തക്കാരൻ ഒരു ഉസ്താദിനെയും കുറ്റം പറയൂല, ഒരാളെയും പറയൂല. ഒരു ഉസ്താദും പടച്ചവനെ നിങ്ങൾ ഓരോരുത്തരും ശംസുൽ ഉലമയെ മുഴുവൻ തുടങ്ങ്. അല്ലാഹുവേ ശംസുൽ ഉലമ, അല്ലാഹു ഖബർ വിശാലമാക്കട്ടെ. പടച്ചവനെ ഓരോ മഹത്തുക്കളെയും എടുത്ത് നോക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും നമുക്കങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടില്ല. നമ്മൾ തമ്മിലടിക്കാനുള്ളവരല്ല, നമ്മൾ പരസ്യമായി കലഹിക്കാനുള്ളവരല്ല. നമ്മൾ മുസ്ലിമീങ്ങളാണ്. നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടവരാണ്. ഒരുമ്മ പറ്റ മക്കളെ പോലെ നിൽക്കേണ്ടവരാണ്. പക്ഷേ വാശി കാണിക്കേണ്ടത് ഏതെങ്കിലും ഒരു സംഘടനയുടെ പേര് പറഞ്ഞിട്ടല്ല. യഥാർത്ഥ ശത്രുവിനോട് പോരാട്. യഥാർത്ഥ ശത്രുവാരാണെന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ശപിക്കപ്പെട്ട ഇബ്ലീസാ, അവനെ പരാജയപ്പെടുത്താൻ പരിശ്രമിക്ക്. എങ്ങനെയാണ് അവനെ പരാജയപ്പെടുത്തേണ്ടത്? എന്റെ ചെറുപ്പക്കാരാ, അന്തല്ലദീ വലദതു ഉമ്മുക ബാക്കിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ في حال موتك ضاحكا مسرورا. കവി പറയുകയാ, ഉമ്മ എപ്പോഴും നിന്നോട് പറയുമല്ലോ. എപ്പോഴും പറയും. എന്നോട് എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്, സിറാജെ, മരണവേദനയുടെ വേദനയും നൊന്താണ് നിന്നെ പ്രസവിച്ചതെന്ന്. എല്ലാ ഉമ്മമാരും അത് പറയാറുണ്ട്. അള്ളാഹു അവർക്ക് അതിന്റെ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ.